നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ ലോറിക്ക് പുറകിൽ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ചീനിമരച്ചോട്ടിലെ ചാരായം വാറ്റ് എക്സൈസ് സംഘം പിടികൂടി. 120 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും സംഘം നശിപ്പിച്ചു. പുതുക്കാട് ദേശീയ പാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന ഭിന്നശേഷിക്കാരന്റെ ചായക്കട സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്നു. പഞ്ചവടി ബീച്ചിൽ ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തുന്നു. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നിശ്ചലം. വിശദമായ വാർത്തയിലേക്ക്. ദേശീയപാതയിൽ ലോറിക്ക് പുറകിൽ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 കൊടകര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സാണ് ലോറിയുടെ പുറകിലിടിച്ചത്. പരിക്കേറ്റ ബസ് യാത്രക്കാരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊടകര പോലീസും ഹൈവേ പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽപ്പെട്ട ലോറി നിർത്താതെ പോയി. ചീനിമരച്ചോട്ടിലെ ചാരായം വാറ്റ് എക്സൈസ് സംഘം പിടികൂടി. 120 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും സംഘം നശിപ്പിച്ചു. കുറ്റിച്ചിറ വീരഞ്ചിറ തേക്ക് തോട്ടത്തിന് സമീപത്താണ് വാറ്റ് കേന്ദ്രം എക്സൈസ് നശിപ്പിച്ചത്. വീപ്പകളിലാണ് വാഷ് സൂക്ഷിച്ചത്. ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ സിയു ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. അബ്കാരി നിയമപ്രകാരം കേസെടുത്തെങ്കിലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മേഖലയിൽ പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പുതുക്കാട് ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന ഭിന്നശേഷിക്കാരന്റെ ചായക്കട സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മുത്രത്തിക്കര സ്വദേശി വാഴേക്കാട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ചായക്കടയാണ് തകർത്തത്. മുത്രത്തിക്കര സ്വദേശി വാഴേക്കാട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ചായക്കടയാണ് തകർത്തത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. പുതുക്കാട് സഹകരണ ബാങ്കിന്റെ സമീപത്ത് സർവീസ് റോഡിന്റെ ഓരത്തുള്ള പെട്ടിക്കടയാണ് നശിപ്പിച്ചത്. കടയുടെ മുൻപിലെ ഷെഡും പഴയ ഫ്രിഡ്ജും വലിച്ചെറിഞ്ഞ നിലയിലാണ്. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. വർഷങ്ങളായി പാതയോരത്ത് ചായക്കട നടത്തി ഉപജീവനം നടത്തുന്നയാളാണ് ഉണ്ണികൃഷ്ണൻ. കാലിന് ചലനശേഷിയില്ലാത്ത ഉണ്ണികൃഷ്ണന്റെ ചായക്കടയിലേക്കുള്ള വെള്ളവും മറ്റ് സാധനങ്ങളും എത്തിച്ചു നൽകി സഹായിക്കുന്നത് നാട്ടുകാരായ സുഹൃത്തുക്കളാണ്. രാവിലെ മുതൽ ഉച്ചതിരിഞ്ഞുവരെ പ്രവർത്തിക്കുന്ന കടയിൽ നിന്നുള്ള വരുമാനത്തിലാണ് ഉണ്ണികൃഷ്ണന്റെ കുടുംബം കഴിയുന്നത്. വേറെ മാർഗമില്ല. ഞാൻ കാലിന് വയ്യാത്ത എന്റെ കടയൊക്കെ വന്ന് നശിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇത് കൊണ്ട് ജീവിക്കണത് വേറൊരു മാർഗമില്ല. എനിക്ക് ഭാരപ്പെട്ട പണിയെടുക്കാൻ പറ്റില്ല. പുലർച്ചെ 6:00 വന്നപ്പോ ഈ മേശ ഐസും ബോസ് പിന്നെ ഇവിടെ കാല് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് നശിപ്പിച്ചിട്ടൊക്കെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്നു. മത്സര ചിത്രം വരും ദിവസങ്ങളിൽ തെളിയും. ഒരു കോർപ്പറേഷൻ, 7 നഗരസഭകൾ, 17 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 86 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ഒപ്പം ജില്ലാ പഞ്ചായത്തിലേക്കും വോട്ടെടുപ്പ് നടക്കും. കോർപ്പറേഷനിൽ ഇക്കുറി പോരാട്ടം കടുക്കും. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുക UDFന് അഭിമാന പ്രശ്നമാണ്. കോൺഗ്രസിൽ നിന്ന് തെറ്റി വിമതനായി മത്സരിച്ച് ജയിച്ച NK വർഗീസിനെ മേയറാക്കി 5 വർഷവും പൂർത്തീകരിച്ച LDF കൂടുതൽ സൂക്ഷ്മതയോടെയാണ് കളത്തിലിറങ്ങുന്നത്. ലോക്സഭയിലേക്കുള്ള സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ആവേശത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിനാണ് BJP ഒരുക്കം. നിലവിൽ LDF 25, UDF 24, BJP 6 എന്നിങ്ങനെയാണ് കക്ഷിനില. മേയർ സ്ഥാനം വനിതാ സംവരണമായതോടെ പരിചയസമ്പന്നരായ വനിതാ നേതാക്കളെ തന്നെ മുന്നണികൾ രംഗത്തിറക്കും. കോൺഗ്രസിൽ നിന്ന് ലാലി ജെയിംസ്,
നിജി ജസ്റ്റിൻ, സുബി ബാബു തുടങ്ങിയവർ രംഗത്തുണ്ടാകും. അജിത ജയരാജൻ, രാജശ്രീ ഗോപൻ എന്നിവരാണ് CPM പട്ടികയിലെ മുൻനിരക്കാർ. നിലവിൽ തേക്കിൻകാട് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന BJPയിലെ പൂർണിമ സുരേഷ് വീണ്ടും ഇറങ്ങുമെന്നാണ് സൂചന. ഇത്തവണ ഡിവിഷനുകളുടെ എണ്ണം 55-ൽ നിന്നും 56-ആയി ഉയർന്നു. തിരുവമ്പാടിയാണ് പുതിയതായി നിലവിൽ വന്ന ഡിവിഷൻ. 29 അംഗ ജില്ലാ പഞ്ചായത്തിലേക്കും പോരാട്ടം കടുക്കും. നിലവിൽ 5 അംഗങ്ങൾ മാത്രമുള്ള UDF പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയും രംഗത്തിറക്കി ഭരണം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ മത്സരഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചൂണ്ടുപലക ആകുമെന്നതിനാൽ LDFും കൃത്യമായ കണക്കുകൂട്ടലോടെയാണ് അംഗത്തട്ടിലേക്ക് ഇറങ്ങുന്നത്. ശക്തി തെളിയിക്കുക BJPക്കും അഭിമാന പ്രശ്നമാണ്. പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ഭരിക്കുന്നത് ഇടതു മുന്നണിയാണ്. പുതുമുഖങ്ങളെ കൂടുതൽ താഴെത്തട്ടിൽ രംഗത്തിറക്കി മേൽക്കൈ നിലനിർത്താനാണ് അവരുടെ ശ്രമം. സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും വികസന നേട്ടങ്ങൾ, ക്ഷേമ പെൻഷൻ വർധനവ്, അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തുടങ്ങിയവയൊക്കെ തുണയാകുമെന്നാണ് ഇടതു പ്രതീക്ഷ. വിമതശല്യം പരമാവധി ഒഴിവാക്കി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയാണ് UDFന് മുന്നിലുള്ള വെല്ലുവിളി. പുതുമുഖങ്ങളും ജനകീയരുമായുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമെന്ന് നേതൃത്വം പറയുന്നു. നിലവിലെ തദ്ദേശ ഭരണ സംവിധാനങ്ങളോടുള്ള എതിർപ്പ്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനവികാരം എന്നിവയെല്ലാം വോട്ടായി മാറിയാൽ തദ്ദേശ പോരിൽ മുന്നിൽ കയറാമെന്നാണ് UDF പ്രതീക്ഷ. ജില്ലയിൽ അവണിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണ് BJP ഭരണത്തിലുള്ളത്. മുൻപ് ഭരണമുണ്ടായിരുന്ന തിരുവില്ലാമലയിൽ ഒപ്പത്തിനൊപ്പം എന്ന ആശ്വാസവുമുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷമായും BJP വളർന്നു. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ ശക്തിയായി മാറിയെന്ന് അവകാശപ്പെടുന്ന BJPക്ക് വോട്ട് കണക്കിലും അത് തെളിയിച്ചേ മതിയാകൂ. പുതിയ രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിലാണ് തൃശൂർ ജില്ലാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. DCC പ്രസിഡന്റായ ജോസഫ് ടാജറ്റും CPM ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറും CPI ജില്ലാ സെക്രട്ടറിയായി KG ശിവാനന്ദനും ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പരീക്ഷണമാണ് നേരിടാൻ പോകുന്നത്. ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തും. എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിലാണ് മണത്തല മുല്ലത്തറ വോൾഗ സ്വദേശി പള്ളിത്തറയിൽ ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തുന്നത്. 10 മാസത്തോളമായി മുടങ്ങാതെ ഹസൈനാർ രാവിലെ 7 മണിയോടെ കാക്കകൾക്ക് ഭക്ഷണം നൽകുവാനായി പഞ്ചവടി ബീച്ചിലെത്തും. ഹസൈനാരെ കണ്ടാൽ കാക്കകളും കൂട്ടത്തോടെ എത്തും. ഹസൈനാർ തന്റെ കയ്യിൽ കരുതിയ ഭക്ഷണപ്പൊതിയിലെ ബിസ്ക്കറ്റ്, പൊറോട്ട എന്നിവ കാക്കകൾക്ക് നൽകും. 100-ലധികം കാക്കകൾ ഈ സമയം ഇവിടെ എത്തും. തനിക്ക് ആരോഗ്യമുള്ള കാലം വരെ ഇത് തുടരുമെന്നും മനുഷ്യരെ പോലെ തന്നെ മറ്റു ജീവികളോടും കരുണ കാണിക്കൽ നമ്മുടെ കടമയാണെന്നും ഹസൈനാർ പറയുന്നു. ലോട്ടറി വിൽപ്പനക്കാരനായ ഹസൈനാർ തന്റെ തുച്ഛ വരുമാനത്തിൽ നിന്നാണ് ഭക്ഷണത്തിന് തുക കണ്ടെത്തുന്നത്. ഹസൈനാർ എത്തിയാൽ കാക്കകൾ കൂട്ടത്തോടെ എത്തുന്ന കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നിശ്ചലം. ജനമൈത്രി ഫൗണ്ടേഷന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹകരണത്തോടെ സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. സ്റ്റേഷൻ പരിധിയിൽ കളവുകളും ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടവും വർദ്ധിച്ചതോടെയാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. കിഴിപ്പിള്ളിക്കര, പെരിങ്ങോട്ടുകര, താന്യം, അന്തിക്കാട്, കാഞ്ഞാണി, മണലൂർ, മനക്കൊടി, ആലപ്പാട് എന്നിവിടങ്ങളിൽ ലക്ഷങ്ങൾ ചെലവിട്ടാണ് ആധുനിക രീതിയിലുള്ള ക്യാമറകൾ സ്ഥാപിച്ചതും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിരീക്ഷണ സംവിധാനം ഒരുക്കിയതും. ഇതിനെല്ലാം ആവശ്യമായ പണം കണ്ടെത്തിയത് വ്യാപാരികളിൽ നിന്നും പ്രവാസികളിൽ നിന്നുമായിരുന്നു. എന്നാൽ അതെല്ലാം പാഴായിപ്പോയ സ്ഥിതിയാണെന്ന് പ്രവാസി മുഹമ്മദ് റാഫി പറഞ്ഞു. ഇതോടെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് രക്ഷപ്പെടുന്നവരെയും സാമൂഹ്യ വിരുദ്ധരെയും കണ്ടെത്താൻ സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും സ്ഥാപിച്ച ക്യാമറകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് അന്തിക്കാട് പോലീസ്. പ്രവർത്തനരഹിതമായ ക്യാമറകൾ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ.
സ്വർണ്ണവില 225 രൂപ കൂടി ഗ്രാമിന് 11,575 രൂപ, പവന് 92,600 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ ലോറിക്ക് പുറകിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. ചീനിമരച്ചോട്ടിലെ ചാരായം വാറ്റ് എക്സൈസ് സംഘം പിടികൂടി. 120 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും സംഘം നശിപ്പിച്ചു. പുതുക്കാട് ദേശീയ പാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന ഭിന്നശേഷിക്കാരന്റെ ചായക്കട സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്നു. പഞ്ചവടി ബീച്ചിൽ ഹസൈനാരെ കണ്ടാൽ കാക്കകൾ കൂട്ടമായി എത്തുന്നു. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നിശ്ചലം. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും M4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.